4 മണി പലഹാരം ഉണ്ടാക്കാനേ പപ്പായ ഒന്ന് പരീക്ഷിച്ചാലോ. സാധാരണ പപ്പായ കൊണ്ട് തോരനും കൂട്ടാനും എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവാമെന്ന് കരുതി. അതിനായിട്ട് പപ്പായ നല്ലോണം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നിരവധി ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പച്ച പപ്പായയ്ക്ക് മലയാളികൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പച്ച പപ്പായയിൽ അടങ്ങിയിട്ടുള്ള പപ്പൈൻ എന്നുള്ള ഒരു എൻസൈം നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നുണ്ട്. അത് കാരണം എന്താണ്, മലബന്ധം പോലെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ശരീരഭാരത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് പപ്പായ. കൂടാണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള പപ്പായ പക്കോടയാണ് കേട്ടോ. പിന്നെ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത പച്ച പപ്പായയുടെ കൂടെ 2 സവാള ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ മല്ലിയില, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം ഇളക്കി വെക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും കേട്ടോ. ഈ ഇഞ്ചിയും പച്ചമുളകും സവാളയും പിന്നെ പച്ചപ്പപ്പായയും ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കുഴച്ച് ഒരു 5 മിനിറ്റ് അടച്ച് ഉപ്പും ചേർത്ത് വെക്കുമ്പോൾ തന്നെ വെള്ളം വരും. വെള്ളം അപ്പോൾ അഡീഷണലായിട്ട് ഒട്ടും തന്നെ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, അതുപോലെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ബേസൻ ഫ്ലോർ, അതായത് കടലമാവാണ് ചേർക്കുന്നത്. ഞാൻ സ്പൂൺ കൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. 1 കപ്പ് കടലമാവാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ 2 ടീസ്പൂൺ അരിപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മൈദയുടെ പൊടി, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. തന്നെ വെള്ളം വരും കേട്ടോ. വെള്ളം ഒട്ടും അഡീഷണൽ ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നല്ലോണം കുഴച്ച് ഒരു 5 മിനിറ്റ് വെക്കുക. അതായത് എണ്ണ ചൂടാവണം നേരം വരെ, അത്രയേ ഉള്ളൂ. ഇനി ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് നുള്ളി എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. പപ്പായ ഒട്ടും കഴിക്കാത്ത ആൾക്കാർക്ക് പോലും ഈ പച്ച പപ്പായ കൊണ്ട് ഉണ്ടാക്കിയ പക്കോട വളരെ ഇഷ്ടമാവും കേട്ടോ. കൊച്ചു കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണി പലഹാരമായിട്ടും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പച്ച പപ്പായയും അതുപോലെ കടലമാവും ആയതിനാൽ ഇത് വളരെ ഹെൽത്തി ആണെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഇതിൽ മൈദയാണെങ്കിൽ വളരെ കുറച്ച് ചേർത്തിട്ടുള്ള ഒരു ബൈൻഡിങ് ഏജൻറ്റ് എന്നുള്ള നിലയിൽ, അതുപോലെ അരിപ്പൊടിയാണെങ്കിലും ഒരു ക്രിസ്പി സ്നാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അത്രേ ചേർത്തിട്ടുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഈ പക്കോട ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.